സാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ എന്ന CPM-ൻ്റെ പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരും. സർക്കാർ കൂടെ പറഞ്ഞിട്ടാണ്, അതായത് പഴയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടെ പറഞ്ഞിട്ടാണ് ഈ സ്വർണം പൂശാനായി പുറത്തു കൊണ്ടുപോയത് എന്ന രീതിയിൽ ഒരു പരാമർശം പത്മകുമാർ നടത്തിയിരുന്നു. പിന്നീട് ആ പരാമർശമൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഇപ്പോൾ അന്നത്തെ സർക്കാരിനെതിരെയുള്ള ആരോപണം വിഴുങ്ങി പത്മകുമാർ ഇപ്പോൾ പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കി, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതെല്ലാം എവിടെയെല്ലാം പറയണമെന്ന് പഠിച്ചു വെച്ച് പറയുന്നത് പോലെയാണ് പത്മകുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സ്റ്റേറ്റ്മെൻറ്റ് ഈ ചോദ്യം ചെയ്യലിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞാലും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞാലും AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന നരേറ്റീവ് തൽക്കാലത്തേക്ക് അതിനെ മറികടന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന മാനസിക ധൈര്യമോ ശാരീരിക ആരോഗ്യമോ പത്മകുമാറിനില്ല. ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയാലുള്ള പ്രശ്നം, ഈ പത്മകുമാറിൻ്റെ ആരോപണങ്ങളുടെ അന്വേഷണം പിന്തുടർന്ന് കടകംപള്ളി സുരേന്ദ്രനും കൂടി ആ രീതിയിലേക്ക് എത്തിയാൽ പിണറായി വിജയൻ വല്ലാതെ വിഷമിക്കും. കൈയൊഴിയാൻ പറ്റുകയില്ല. ഒന്ന്, ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നതിൽ പത്മകുമാർ അല്ലല്ലോ ദേവസ്വം ബോർഡിനെ നിയമിച്ച, കടകംപള്ളിയാണോ ദേവസ്വം ബോർഡിനെ നിയമിച്ചല്ല. ഞാൻ അങ്ങോട്ട് നാളെ തൊട്ട് ദേവസ്വം മന്ത്രി ആയിരിക്കാമെന്നും പറഞ്ഞ് കസേരയിലേക്ക് കയറിയിരുന്ന കടകംപള്ളിയാണോ? പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചൊല്ലിക്കൊടുത്താണ്, അല്ലെ ആ മന്ത്രിസഭയിലേക്കാണ് കടകംപള്ളി എടുക്കുന്നത്. അപ്പോൾ കടകംപള്ളിക്ക് ആ ഉത്തരവാദിത്തം, കടകംപള്ളി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും നാളായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ പരാജയമായിരുന്നു, ആഭ്യന്തരമന്ത്രി എന്നുള്ളത് ദയനീയ പരാജയമായിരുന്നു സമ്മതിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ മാർഗവും നോക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ പത്മകുമാർ തന്നെ നോക്കും, തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. അപ്പോൾ ഈ ബ്ലെയിം മറ്റൊരാളിലേക്ക് മാറ്റണം, താനല്ല മറ്റാരോ കാരണമാണ് സംഭവിച്ചതെന്ന് വരുത്തണം. അതിനവസാനം ഇവരെല്ലാം കൂടെ കണ്ടുപിടിച്ചത് ശബരിമലയുടെ കാര്യത്തിൽ പരമാധികാരി എന്ന് നമ്മളെല്ലാം വിശ്വസിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം കരുതുന്ന തന്ത്രിയുടെ പടലിൽ വെച്ചു. തന്ത്രിയിലേക്ക് വരുമ്പോൾ അൾട്ടിമേറ്റ് അതോറിറ്റി ദൈവതുല്യരായ ആളെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ തന്ത്രി ഉദ്ദേശിച്ചതെന്ന് പറയാം. പത്മകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റാറ്റിഫിക്കേഷനായി. ദൈവതുല്യൻ തന്ത്രിയാണ് ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കണേ. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത്, ബാക്കി കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പിന്നെ അവിടെ പത്മകുമാറിന് വെള്ളത്തിലാകാൻ പോകുന്നത് SFIയുടെ ഒരു മുൻ നേതാവ് തിരുവല്ലയിലുള്ള ശങ്കരൻ നമ്പൂതിരി, SFIയുടെ നേതാവാണ്, പത്മകുമാറിൻ്റെ വിശ്വസ്തനാണ്. ഇദ്ദേഹം ഒരു കത്ത് SITക്ക് എഴുതുകയാണ്, ഉമ്മക്കത്ത് എഴുതുകയാണ്. ഇന്ന കുഴപ്പങ്ങൾ ശബരിമലയിലുണ്ട്, ഇന്ന മോഷണങ്ങൾ ശബരിമലയിൽ നടക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയാണ്, ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഈ കത്തിലുള്ള ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, ഈ കത്തിൽ എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത് അതേ വാചകങ്ങൾ തന്നെ വീണ്ടും തത്ത കണക്ക് റിപ്പീറ്റ് ചെയ്യാണ് പത്മകുമാറും. നാളെ ഇവനെ പിടിച്ചാൽ കടകംപള്ളി സുരേന്ദ്രനെ പിടിച്ചാൽ അയാളും അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഈ ശങ്കരൻ നമ്പൂതിരി എഴുതിയ കത്ത്, അപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ കത്ത് പോലും ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എവിടെ നിന്നായിരിക്കണം? AKG സെൻറ്ററിൽ നിന്നായിരിക്കണം. കാരണം AKG സെൻറ്ററിൽ വെപ്പാളപ്പെട്ട് കിടക്കുക. ഇതിവിടെ ശബരിമല എന്ന് പറഞ്ഞാൽ ആ കോണിൽ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ, തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ സമരങ്ങളുടെ ഒരു വേലിയേറ്റായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയെങ്കിലും പഞ്ചായത്തിലേക്ക് ആരെങ്കിലും കളത്തരത്തിൽ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാമെന്നുള്ള വെപ്പാളപ്പെട്ട് നടക്കുക. അത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ശ്രദ്ധ എങ്ങോട്ട് വരും? ശബരിമലയിലേക്ക് വരും. പിണറായി വിജയൻ ആകെയുള്ള ഇഷ്യൂ രാഹുൽ ഗാന്ധിയുടെ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കണ്ട ചൂരുതാറുകാരി ആരാന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പ്രശ്നം. ഇത് കേരളത്തിൻ്റെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ്. എത്ര കേസുകൾ, പീഡന കേസുകൾ എത്രയുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ കേസിനെ അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റും. ശബരിമലയുടെ ഈ വലിയ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ആര് വിചാരിക്കുന്നത്? അപ്പോൾ സാർ, ഇത് ഈ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കത്താണ്. ഈ കത്തിൽ കണ്ട ഫോൺ നമ്പറിലെ ട്രൂ കോളറിൽ വിളിക്കുമ്പോൾ ഈ പേരാണ് ശങ്കരൻ നമ്പൂതിരി. അതിപ്പോൾ എടുക്കുന്നില്ല, അതിപ്പം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സാർ, ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് നമുക്ക് പത്മകുമാർ എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം എന്ന് എഴുതി തയ്യാറാക്കി പഠിച്ചിട്ട് വന്നതുപോലെയല്ലേ പറഞ്ഞു? പഠിച്ചല്ല, പഠിപ്പിച്ചിട്ട് വിട്ടിരിക്കുന്നവരെ. അതെ, പഠിച്ചിട്ട്. എന്തായാലും സർക്കാരിനെതിരെ ഇങ്ങനെ ഉണ്ടെന്ന് ഒരു പരാമർശം പറഞ്ഞിട്ട് പിന്നീട് ആ ഭാഗത്തേക്ക് പത്മകുമാർ പോകുന്നില്ല. അപ്പോൾ നാളെയോ മറ്റോ, ഈ വരുന്ന ആഴ്ചയിൽ മറ്റോ ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കേണ്ടതുണ്ട് SITക്ക്. അപ്പോൾ കോടതി മറുചോദ്യങ്ങളിലേക്ക് പോയില്ലേ? അതായത് എന്തുകൊണ്ട് ബാക്കി അന്വേഷണത്തിലേക്ക് പോയില്ല എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോകുന്നൊരു കേസല്ലേ? അല്ല, എത്ര വേണം നീട്ടി വയ്ക്കാൻ പറ്റുന്ന മാർഗമുണ്ടെന്നല്ല. ഫോറൻസിക്
വിഭാഗത്തിൻ്റെ സഹായം വേണം ഇതിൻ്റെ പഴക്കം നിശ്ചയിക്കാൻ, തുക നിശ്ചയിക്കാൻ. അപ്പോൾ അവിടെ തന്നെ സമയം പോയി കിട്ടി. ഇവരുടെ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ മിനിമം റിക്വയർമെൻറ്റ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച ഗൗരവകരമായ വെളിപ്പെടുത്തലൊന്നും പുറത്തു വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ FIR കൊടുത്ത് കുറ്റവിചാരണ പോലും കഴിയുമെങ്കിൽ അസംബ്ലി ഇലക്ഷൻ വരെ നീട്ടിവെക്കാനുള്ള എല്ലാ അന്വേഷണത്തിൻ്റെ ഭാഗമായി നീട്ടിവെച്ചുകൊണ്ടിരിക്കും. അല്ല, കുറ്റപത്രം ഇത് ഇത്ര ആഴ്ചക്കകം കൊടുക്കും. അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാമല്ലോ. ഇപ്പോൾ പ്രൈമറി കുറ്റപത്രം കൊടുത്താൽ മതി. കുറ്റപത്രം കൊടുത്തുന്നതായി കാര്യങ്ങളൊന്നും ജനം അറിയാത്ത മട്ടിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം പറയുന്നത്. ശബരിമലയിൽ എന്ത് സംഭവിച്ച രഹസ്യം, SIT. പിന്നെ നമ്മളെല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്ന ഹൈക്കോടതിയുടെ മോണിറ്റർ ചെയ്ത കേസാണ്. അത് വാചകം ശ്രദ്ധിക്കണം. ഹൈക്കോടതിയാണ് എൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതി മേൽനോട്ടം വഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. തൽക്കാലം ഒന്ന് വരട്ടും ഉദ്യോഗസ്ഥന്മാരെ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര കോടി രൂപ മുടക്കി അന്വേഷിച്ച് എന്ത് ചെയ്യും സാധനം? ഇവിടെ എങ്ങാനുണ്ടോ? എവിടെ പോയി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്? അങ്ങനെ എത്ര കമ്മീഷനുകൾ, ജഡ്ജിമാരന്വേഷിച്ചത്, സിറ്റിംഗ് ജഡ്ജിമാരെ ബുദ്ധി പറഞ്ഞത്, ഇതുവല്ലം നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുക്കാവുന്നുണ്ടെങ്കിൽ ശബരിമലയിലെ റിപ്പോർട്ട് പുല്ല് പോലെ മുക്കാം. നാളെ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് ട്രാൻസ്ഫർ വരുന്നവരെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ചോദിച്ചൊരു വാചകമുണ്ട് വക്കീലന്മാരോട്, ഞാൻ പോകുന്നവരെ, ഞാൻ നവംബർ 18 20 അങ്ങനെ റിസൈൻ ചെയ്ത് ഇങ്ങനെ റിട്ടയർ ചെയ്ത് അതുവരെ നീട്ടിക്കൊണ്ട് പോകാനാണോ ശ്രമിക്കുന്നതെന്ന്. ഈ കേസ് ഇതിലോ താല്പര്യമുള്ള ഏത് ജഡ്ജിയാണെന്നറിയത്തില്ല. ആ ജഡ്ജി ഒന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു ജഡ്ജിയെ കൊണ്ടുവരാം എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് മാറിയെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? അതുപോലെ സാർ, മറ്റൊരു കാര്യം കൂടെ, പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് പറഞ്ഞ് ഇളക്കി സന്നിധാനത്ത് നിന്ന് കടത്തിയതായും പത്മകുമാർ പറയുന്നുണ്ട്. അത് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ്. അല്ല, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ കൂട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനും VS ശിവകുമാറും കാണുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഒരു കോൺഗ്രസ്സുകാരനെ കൂടെ അറസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുമെന്നേ. ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ഇവരെല്ലാം കള്ളന്മാരാണെന്ന് വരുത്തി തീർത്താൽ പിണറായിക്ക് പതുക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അവിടെയാണ് ഒരേപോലെ അല്ലേ? ഒരേപോലെ കടകംപള്ളി ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ദേവസ്വം മന്ത്രി പീഡന കേസ് എങ്ങനെയല്ലേ വരുന്നത്? പീഡന കേസ്, രാഹുലിൻ്റെ കേസ് എങ്ങനെ വരുമെന്ന് വയ്ക്കും? രാഹുലിൻ്റെ കേസ് കൂടുതൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് മുകേഷിൻ്റെയും ഗോപി കോട്ടമുറിക്കലിൻ്റെയും ശശിയുടെ എല്ലാം കേസുകളും വീണ്ടും പൊങ്ങി വരും. കരുവന്നൂരും മറ്റേ സുരേന്ദ്രൻ്റെ കള്ളപ്പണ കേസോടെ പോയി. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന, ചെക്ക് വെച്ച് പോകാൻ പറ്റുന്ന കേസുകൾ ഉയർത്തി ഭരണം നിലനിർത്തുക, വൃത്തികേടുകൾ മാക്സിമം തുടരുക. അടുത്ത ഗവൺമെൻറ് വന്നാൽ ഇത് ആവർത്തിക്കപ്പെടുക. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ ഈ ചോദ്യം ചെയ്യലും പത്മകുമാറിൻ്റെ ഈ ആദ്യത്തെ ആരോപണം രണ്ടാമത് പറയുന്നതും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ശരിക്കൊരു നല്ല ആസൂത്രണം തന്നെയാണ്. പത്മകുമാർ ശരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ ഒരു ഇഴച്ചിലിൻ്റെ മട്ടിലേക്കാണ് പോകുന്നത്. അല്ല, രഹസ്യം തന്നെ ഇതിനകത്ത് പത്മകുമാറിന് പറയാൻ എന്താ ഉള്ളത്? കടകംപള്ളിയാണ് എന്നെ നിയമിച്ചത്, കടകംപള്ളിയോട് അറിഞ്ഞിട്ടുണ്ട് എന്നൊറ്റ സ്റ്റേറ്റ്മെൻ്റല്ലേ പറയാനുള്ളൂ. പത്മകുമാരെ സ്വർണ്ണം വിൽക്കാൻ കൊണ്ടുവന്ന് ആരെങ്കിലും പറഞ്ഞു? മുഖ്യതര മാധ്യമങ്ങളൊക്കെ കടകംപള്ളി അറസ്റ്റ് ചെയ്തു, കടകംപള്ളി ഇതാ ചോദിക്കുക. അപ്പോൾ അത് ശരിക്കും കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ പിണറായിയെ ബാധിക്കും, ഉറപ്പാ. അല്ല, കഴിഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞ കാര്യമാണ് കില്ലിങ് ദ ന്യൂസ്. അത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തത്. എങ്ങനെ വാർത്തകളെ കൊല്ലാമെന്നുള്ളതിന് ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയ ആൾക്കാർ ഇവിടെയുണ്ട്. ഒരു വാർത്ത റിപ്പീറ്റ് ചെയ്ത് കൺഫ്യൂസിംഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്നവന് അതിലുള്ള താല്പര്യം കുറഞ്ഞു വരും. രാജൻ കേസിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. രാജൻ മരിച്ചില്ല, കസ്റ്റഡി മരിച്ചു, ജയറാം പടിക്കലാണ് ചവിട്ടിയത്, പുലിക്കോടൻ നാരായണനാണ് പെടലിക്ക് പിടിച്ചത്. ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് വാർത്തകൾ ദിവസം വന്നുകൊണ്ടിരുന്നു. അവസാനം ആ കേസിന് പോലും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായി. ഈശ്വരവാര്യർക്ക് മാത്രം ഇൻട്രസ്റ്റ് ആയി. അതെ, അങ്ങനെ ആ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകും. ഈ കേസിൽ ആർക്കായി? ഈ കേസിൽ അങ്ങനെയില്ല. ആരെ ഇൻഡിവിജ്വലായിട്ടൊരു വിക്റ്റിമില്ല, ഉണ്ടോ? ഇല്ല. സമൂഹ വിക്റ്റിം. സമൂഹം ആചാര ലംഘനങ്ങളാണെന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ മോഷണത്തെ കാണുന്നില്ല. കാരണം എല്ലാ അമ്പലങ്ങളിലും കുറേശ്ശെ നടക്കുന്നുണ്ട്. അതെ, എല്ലാ അമ്പലങ്ങളിലും മോഷണം കണ്ട വക്കീലന്മാർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് അവർ എടുക്കുകയില്ല. അത് ഗവൺമെൻറ് അറിയാം. ഇത് ആരെ തണുക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇലക്ഷൻ. പക്ഷേ ദൗർഭാഗ്യം, CPM-നെ ഇലക്ഷനെ ഉയർത്താൻ, കോൺഗ്രസിനെതിരായിട്ട് ഉയർത്താൻ കാര്യമായ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഭാഗത്ത് ശബരിമല ഉൾപ്പെടെ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. അതൊന്നും പൊക്കിക്കൊണ്ടല്ല. അത് മാത്രമല്ല സാർ, ഈ പത്മകുമാർ കുറച്ച് പേരുടെ പേരുകളൊക്കെ കൂടെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തിൽ ശബരിമലയിൽ സ്ഥിരം സാന്നിധ്യമായ കുമ്പളം ബാലകൃഷ്ണൻ പോറ്റി, തലവടി മനോജ്, ആജീവനാന്ത കഴകക്കാരൻ രാധാകൃഷ്ണൻ, അത്രശ്ശേരി രാജൻ നമ്പൂതിരി, കുറിച്ചി നാരായണൻ നമ്പൂതിരി, വക്കീൽ മധു പോറ്റി, തന്ത്രിയുടെ സഹായി EMS എന്ന് അറിയപ്പെടുന്നയാൾ എന്നിവർ സന്നിധാനത്ത് നടന്ന അഴിമതിയെ പറ്റിയും പത്മകുമാർ. ഇവരെ പലരും നിയമിക്കുന്നതിന് കാരണക്കാരായ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ്.
അത് അന്വേഷിച്ചപ്പോൾ ആരുടെ കാലത്താണ് ഇവർ നിയമിക്കപ്പെട്ടെന്നുള്ള അന്വേഷണമാണ്. പക്ഷേ ഈ ഇത്രയും പേരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ എത്ര ദിവസം എടുക്കും സാർ? അല്ല, പത്മകുമാറിനെ വെച്ച് ഈ കളി കടക്കുമ്പോൾ സാർ ഹൈക്കോടതി മറുചോദ്യം ഉണ്ടാക്കില്ലേ, മറുചോദ്യം ചോദിക്കില്ലേ? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുന്ന ചോദ്യങ്ങളുണ്ടാവും, അന്വേഷണങ്ങളുണ്ടാവില്ല. ചോദ്യങ്ങൾ എത്ര വേണം ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഇയാളാണ് ചെയ്യുന്നുള്ള ഇതുകൊണ്ടപ്പോൾ ഈ അന്വേഷണത്തിൽ ഇവരെ അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ തികയും നമുക്ക്. ഇനിയിപ്പോൾ വേറൊരു ഗുണം കൂടെ കിട്ടിയിട്ടുണ്ട് പിണറായിക്ക്. സുപ്രീം കോടതി അടുത്ത ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വിചാരണക്കിടയിൽ ജഡ്ജിമാർ പറയുന്ന സ്വഭാവത്തിൽ നിന്ന് മാറണം. അപ്പോൾ ഒരു വിവരം നമുക്ക് കിട്ടാത്ത അവസ്ഥയാവും. ഒരു കമൻറ്റും പറയാതിരിക്കും. അല്ല, ഇത് വളരെ രഹസ്യമായിട്ടല്ല ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ വാദമൊക്കെ കേൾക്കുന്നത്. അത് പബ്ലിക്കിന് കൊടുത്താൽ തന്നെ കുഴപ്പമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റ് എന്താണ് എന്ന് കേരളം കാത്തിരിക്കുന്നുണ്ട്. എന്താവും പത്മകുമാറിന് ശേഷം ആര് എന്നുള്ളത് ഇപ്പോൾ ഒരു അമാന്തത്തിലേക്ക് പോവുകയാണ്.